പായുത്. രചന ഹരിത ബാബു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. രാത്രിയിൽ ഏട്ടന്മാരുടെയും ഏട്ടത്തിമാരുടെയും കൂടി ഇരിക്കുകയായിരുന്ന ആമി. എല്ലാവരും കൂടെ ചുമ്മാ ഓരോന്നും പറഞ്ഞിരിക്കുകയാണ്. ആമി ഇങ്ങനെ എല്ലാവരുടെയും കൂടി ഇരിക്കുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി. അപ്പോഴാണ് കാശി അവിടേക്ക് വന്ന്. എന്താ കാശി, കെട്ടിയോളെ കാണാതെ ഇരിക്കാൻ വയ്യെന്നായോ? താരയുടെ ചോദ്യം കേട്ട് എല്ലാവർക്കും ചിരി വന്നു. കാശിയും കൂടി ചേർന്നപ്പോൾ ആകെ ബഹളമായി. അന്താക്ഷരി കളിച്ച് അവസാനം അടിവരെയായി. ആമിക്കുട്ടി ഡാൻസ് കളിക്കുമോ? മീരയുടെ ചോദ്യത്തിന് അവൾ ഇല്ലായും തലയാട്ടി. മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നി, അതാ ചോദിച്ചേ. പിന്നീട് ഓരോന്ന് പറഞ്ഞ് നേരം വൈകിയപ്പോൾ എല്ലാവരും കിടക്കാനായി എണീറ്റു. ഡാൻസ് കളിക്കാൻ അറിയില്ലെന്ന് കളവറിഞ്ഞെന്തിനാ? നിന്റെ സർട്ടിഫിക്കറ്റ്സിൻ്റെ കൂടെ ഞാൻ കണ്ടതാണല്ലോ, ഏതൊക്കെയോ കോമ്പറ്റീഷനിൽ പങ്കെടുത്ത സർട്ടിഫിക്കറ്റ്സും. കാശിയുടെ ചോദ്യം കേട്ട് ആമി തിരിഞ്ഞു നിന്നു. അമ്മ ഡാൻസ് പഠിപ്പിക്കുമായിരുന്നു, കുഞ്ഞിലെ എന്നെയും പഠിപ്പിച്ച്. അരങ്ങേറ്റെല്ലാം നടത്തിയതാ. പക്ഷേ ചെലങ്ക് കാണുമ്പോൾ എന്തൊക്കെയോ ഓർമ്മകൾ കുത്തി നോക്കുന്ന പോലെയാണ്. എനിക്ക് നൃത്തം ചെയ്യാൻ കഴിയില്ല, പേടിയാ. അതാ ഞാൻ. മറുത്തൊന്നും പറയാതെ കാശി മുറിയിലേക്ക് പോയി. രാവിലെ ജോഗിങ് കഴിഞ്ഞ് വന്നപ്പോഴാണ് കാശി സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിൽ നിൽക്കുന്ന ആമിയെ കണ്ടത്. അവൾ അതിലേക്ക് നോക്കി നിൽക്കുകയാണ്. സ്വിമ്മിങ് അറിയോ? കാശിയുടെ ചോദ്യം കേട്ട് അവൾ അവരെ നോക്കി. ഏയ് ഇല്ല, എനിക്ക് വെള്ളം പേടിയാ. കാശി അവളുടെ അടുത്തേക്ക് നടന്നു. അവളെ തള്ളി പൂളിലേക്ക് ഇട്ടു. ആമി വെള്ളത്തിൽ കിടന്ന് കയ്യും കാലിട്ട് അടിച്ചു. എങ്ങനെ അവൾ വെള്ളത്തിൽ നിന്നും പൊങ്ങി വന്നു. അപ്പോൾ തന്നെ കാശിയും പൂളിലേക്ക് ചാടി അവളെ ചേർത്ത് പിടിച്ചു. വെള്ളത്തിലേക്ക് ഇറങ്ങാൻ നീന്തൽ പഠിക്കാനാവില്ല ആമി. പേടിയാണെന്നും പറഞ്ഞിരുന്നാലേ ഒന്നും നടക്കില്ല, മനസ്സിലായോ? ആമി കാശിയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. അവൻ അവൾ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. കുറച്ചു കഴിഞ്ഞ് അവൻ അവൾ വിട്ടിട്ട് മുകളിലേക്ക് കയറി. ആമി ആകെ നനഞ്ഞിരുന്നു. കാശി മുകളിലേക്ക് കയറാൻ കൈ കൊടുത്തപ്പോൾ ആമിക്ക് എന്തോ ചടപ്പ് തോന്നി. അത് മനസ്സിലാക്കി കാശി അകത്തേക്ക് പോയി ടവലെടുത്ത് വന്നു. അവളെ കരക്കയറ്റി അവൻ അവളെ ടവൽ കൊണ്ട് മൂടി. ഒരു ചിരിയും ചിരിച്ചു പോകുന്ന കാശിയെ ആമി ഇമച്ചിമാ നോക്കി നിന്നു. കുളി കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് ആമി റൂമിൽ നിൽക്കുന്ന കാശിയെ കണ്ടത്. ബെഡിലൊരു കവറുണ്ട്. ആമി അത് എടുത്തു നോക്കിയപ്പോൾ ഒരു ബ്ലൂ ആൻഡ് ഓറഞ്ച് കളർ ഫ്ലോറൽ വർക്ക് ചെയ്ത ടോപ്പും അതിന് മാച്ചിങ് ബോട്ടവുമാണ്. വേഗം റെഡിയാവും, ഇന്ന് സെക്കൻഡ് സാറ്റർഡേ. നമുക്ക് ടെക്സ്റ്റൈൽസിൽ ഒന്ന് പോവാം, പിന്നെ ഒരു മൂവി കണ്ട് ബീച്ചിലൊക്കെ ഇറങ്ങിയിട്ട് വരാം. കാശി ഞാനില്ല, ഞാൻ പുറത്തേക്കൊന്നും വരുന്നില്ല. എന്താ ആമി, നീ ഇങ്ങനെ മുറി തന്നെ അടച്ചിരിക്കാനാണോ പ്ലാന്? വേഗം വാ, ഞാനത് റെഡിയായി. ഇല്ല, ഞാൻ വരുന്നില്ല, എനിക്കെന്തോ പേടി തോന്നുക. കാശിക്കാകെ ദേഷ്യം വന്നു. അവൻ അവിടെ 2 തുള്ളും വന്ന് ഇറുകെ പിടിച്ചു. നിനക്ക് എന്ത് പറഞ്ഞാലും പേടി തന്നെയാണല്ലോ. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ നിനക്ക് ഞാനുണ്ട്, നീ പേടിക്കേണ്ട കാര്യമില്ലെന്ന്. നീ ഒരു കാര്യം ചെയ്യും, ജീവിതകാലം മുഴുവൻ ഇങ്ങനെ റൂമിൽ തന്നെ ഇരുന്നോ. ഞാനിനി വരില്ല ഒന്നിനും, നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ. അതും പറഞ്ഞ് അവളെ തള്ളി മാറ്റി അവിടെ ഇരുന്ന ഫ്ലവർ വേസ് എറിഞ്ഞൊടിച്ച് കതക് വലിച്ചടച്ച് അവൻ പോയി. ആമിക്കാകെ സങ്കടമായി. അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ. ഉള്ളിലെന്തോ പേടി. അവൻ കൂടെ ഉണ്ടെന്ന് അറിയാം, എന്നാലും. ആമി നിലത്തേക്കിരുന്ന് കരഞ്ഞു. റൂമിൽ നിന്നും ശബ്ദം കേട്ട് വന്ന താര കാണുന്നു നിലത്തിരുന്ന് കരയുന്ന ആമിയാണ്. അവൾ ഇന്ന് ലീവായിരുന്നു. അച്ഛനും അമ്മയും എന്തോ ഫംഗ്ഷന് പോയേക്കുക. എന്താ മോളെ, എന്താ പറ്റിയേ? താര വന്ന് ചോദിച്ചപ്പോൾ ആമി അവളെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. കരച്ചിലിനിടയിൽ അവൾ നടന്ന് പറഞ്ഞു, അയ്യേ, അതിനാണ് നീ ഇങ്ങനെ കരയുന്നത്? അവന് ഇത്തിരി ദേഷ്യം കൂടുതലാണ്, അല്ലാതെ മനസ്സിലൊന്നും വെച്ചിട്ടല്ല. ആ കലിപ്പനും ജീവിതകാലം മുഴുവൻ സഹിക്കേണ്ട നീ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞാൽ അയ്യേ, എന്ത് നാണക്കേടാ. താര പറഞ്ഞു കേട്ട് ആമി കണ്ണു തുടച്ചിരിച്ചു. അവന് നിന്നെയും കൊണ്ട് പുറത്തൊക്കെ പോകാൻ പ്ലാനൊക്കെ ഇട്ടതാ. നിന്നെ ഒന്ന് സന്തോഷിപ്പിക്കാൻ എന്ത് വേണമെന്നറിയാൻ നടക്കുക അവൻ. അപ്പം നീ ചെല്ലുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ദേഷ്യം വന്ന് കാണും. ചെന്ന് അവനോട് സോറി പറ, എന്നിട്ട് പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വാ. ഈ മൂഡ് ഓഫ് എല്ലാം മാറട്ടെ. താര സെർവൻസിനെ വിളിപ്പിച്ച് റൂം ക്ലീൻ ചെയ്യിപ്പിച്ചിട്ട് പോയി. ആമി അവൻ വാങ്ങിയ ഡ്രസ്സ് ഇട്ടിട്ട് മുടിയൊക്കെ നന്നായി കെട്ടി കണ്ണും കടുപ്പിച്ച് എഴുതി. കണ്ണാടിയിൽ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അവൾ കാശിയുടെ റൂമിലേക്ക് പോയി. റൂം തുറന്നു നോക്കിയപ്പോൾ അവൻ ബെഡിൽ അവൾക്ക് ഓപ്പോസിറ്റായിരുന്നു ഫോണിൽ നോക്കുവാണ്. ആമി പയ്യെ അടച്ച ശബ്ദമുണ്ടാക്കാതെ കട്ടിലേക്ക് കയറി. കാശിയെ പിന്നിൽ നിന്നും കഴുത്തിലൂടെ കൈ ചേർത്ത് കെട്ടിപ്പിടിച്ചു. കാശിക്ക് ആളെ മനസ്സിലായെങ്കിലും അവൻ തിരിഞ്ഞു നോക്കിയില്ല, ഫോണിൽ തന്നെ നോക്കിയിരുന്നു. കാശി, ഐ ആം സോറി. പെട്ടെന്ന് പുറത്തേക്ക് പോവാന്ന് പറഞ്ഞപ്പോൾ എന്തോ പോലെ. അതാ, എന്നോട് പിണങ്ങിയിരിക്കല്ലേ, എൻ്റെ പൊന്നല്ലേ. കാശിക്ക് അത് കേട്ടിട്ട് ചിരി വന്നെങ്കിലും അവൻ ചിരി കടിച്ചു പിടിച്ച് ഗൗരവത്തോടെ ഇരുന്നു. ഒരു റെസ്പോൺസ് ഇല്ലാത്തതുകൊണ്ട് ആമി കട്ടിൽ നിന്നിറങ്ങി അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. കാശിയുടെ കയ്യിലൂടെ കൈയിട്ട് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. പിണക്കാണോ? സോറി. ആമി വീണ്ടും പറഞ്ഞു. സോറി പറയുന്നത് ഞാനല്ലേ, നിന്റെ അനുവാദമില്ലാതെ ഞാനല്ലേ എല്ലാം തീരുമാനിച്ചത്. ഇനി ഉണ്ടാവില്ല. ആമിയുടെ മുഖം വാടി. കാശി, അപ്പം എന്തോ അങ്ങനെ തോന്നി, അതങ്ങനെ പറഞ്ഞ്. സോറി. അല്ലാതെ നീയല്ലേ എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കണ്ടേ. ഇനി ഇങ്ങനെ ഇരിക്കല്ലേ പ്ലീസ്, എന്നോട് മിണ്ടാണ്ടിരിക്കല്ലേ. ആമിക്ക് സങ്കടം വരുന്നു കേട്ടോ. ആ സാരമില്ല.
ഉള്ളിൽ അവളോട് പൊന്തി വന്ന വാത്സല്യം ഉള്ളിൽ തന്നെ ഒതുക്കി അവൻ ഫോണിലേക്ക് നോക്കി പറഞ്ഞു. ആമി അവൻ്റെ ഫോൺ പിടിച്ചു വാങ്ങി മാറ്റിവെച്ച് എന്തെങ്കിലും പറയുന്നതിന് മുന്നേ അവൻ്റെ മടിയിൽ കയറി കിടന്നു. സോറി, നമുക്ക് എവിടെ വേണേലും പോവാം. ഞാനത് റെഡിയായി വന്നേക്കുവാ. വാ പോവാം. കാശിക്ക് അവളുടെ പറച്ചിൽ കേട്ട് ചിരി വന്നു. അവൻ മുഖം താഴ്ത്തി ആ ചുണ്ടിലൊരു ഉമ്മ കൊടുത്തു. കുറച്ചു നേരം രണ്ടുപേരും മുഖം ചേർത്ത് അങ്ങനെ തന്നെ ഇരുന്നു. സോറി മോളെ, പെട്ടെന്ന് ദേഷ്യം വന്നടാ, അതാ. സാരമില്ല, വാ പോവാം. ആമി അവൻ്റെ മടിയിൽ നിന്ന് എണീറ്റ് പറഞ്ഞു. കാശി ചാവിയെടുത്ത് കൂടെ പോയി. കാശിയുടെ ഡ്യൂക്കിലാണ് യാത്ര. കാശി കയറിയിട്ട് ആമി കയറാൻ നിൽക്കുകയാണ്. വണ്ടിക്ക് നല്ല പൊക്കമുണ്ട്. ആമിക്ക് പേടി തോന്നി. പക്ഷെ പേടിയാണെന്ന് പറഞ്ഞാൽ ചെക്കനെടുത്ത് കായലിടും തോന്നിയോണ്ട് അവൾ അതിൽ വലിഞ്ഞു കയറി. കാശി വണ്ടി പറപ്പിച്ചു. പെട്ടെന്ന് തന്നെ മാളിലുള്ള അവരുടെ ഷോപ്പിലെത്തി. വണ്ടിയിൽ നിന്നിറങ്ങിയപ്പോൾ ആമിയുടെ മുഖം ഒരു കൊട്ടയുണ്ട്. എന്താ വൈഫി, മുഖത്ത് കടന്നലുത്തിയ വീർത്തിരിക്കുന്നു. എന്നും ഇത്രയും സ്പീഡിലാണോ വണ്ടി ഓടിക്കുന്നത്? ഓ അതാണ്, അതറിയാതെ സ്പീഡാവുന്നു. ഇനി സൂക്ഷിച്ചോളാം മേഡം. കാശി അത് പറഞ്ഞിട്ടും അവൾ മുഖം കയറ്റി വെച്ചുകൊണ്ട് നിൽക്കുക. ദേവണ്ണെ, ഇങ്ങനെ ഉണ്ടൊക്കെ അവൾ വീർപ്പിച്ചു വെച്ചാലേ എനിക്കത് കടിച്ചെടുക്കാൻ തോന്നും. നീ എന്നെ കൊണ്ട് അത് ചെയ്യിക്കല്ലേ. കാശിയുടെ മറുപടി കേട്ട് ആമിയുടെ മുഖം കാറ്റഴിച്ചു വിട്ട ബലൂൺ പോലെയായി. അവൾ പിന്നെ ഒന്നും മിണ്ടാതെ അവൻ്റെ കൂടെ പോയി. കാശിയുടെ തന്നെ ടെക്സ്റ്റൈൽസ് ആയിരുന്നു. ആമിക്കുള്ള കുറച്ച് ഡ്രസ്സ് അന്ന് ഇവിടുന്ന് എടുപ്പിച്ചതാണ്. ഇനി അവൾക്ക് ഇഷ്ടമുള്ള എടുക്കട്ടെ എന്ന് കരുതി. കാഷ്വൽ ഡ്രസ് സെക്ഷനിൽ നിന്നാണ് ആമി ഡ്രസ്സ് നോക്കുന്നത്. കാശി ഫോണിൽ നോക്കുവാണ്. ഇടയ്ക്ക് മുഖമുയർത്തി നോക്കിയപ്പോഴാണ് അവളുടെ കലാപരിപാടികൾ അവൻ ശ്രദ്ധിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഡ്രസ്സ് എടുക്കും, എന്നിട്ട് എന്തോ നോക്കിയിട്ട് അത് മാറ്റി വേറെ എടുക്കും. കാശി ചെന്ന് അവൾ മാറ്റിവെച്ച ഡ്രസ്സ് നോക്കിയപ്പോൾ എല്ലാം വില കൂടിയതാണ്. അവളുടെ കയ്യിലുള്ളതെല്ലാം വില കുറഞ്ഞതും. കാശി അവളുടെ കയ്യിലിരുന്നെല്ലാം പിടിച്ച് വാങ്ങി വെച്ചു. നിനക്കുള്ള ഡ്രസ്സ് ഞാൻ എടുക്കാം. അതും പറഞ്ഞവൻ അവൾക്ക് ചേരുമെന്ന് തോന്നിയ ഡ്രസ്സെല്ലാം എടുക്കാൻ തുടങ്ങി. കാശി, എനിക്ക് ഒരുപാട് വിലയുള്ളത് വേണ്ട. അതിന് മറുപടി തറപ്പിച്ചിരുന്ന ഓട്ടമായിരുന്നു. പിന്നെ ആമിയൊന്നും മിണ്ടിയില്ല. അവൻ ഓരോന്നെടുക്കും. ചിലത് ആമിക്ക് വെച്ച് നോക്കിയിട്ടാണ് എടുക്കുന്നത്. ആമി ഒരു ചിരിയോടെ അവനെ നോക്കി നിന്നു. അപ്പോഴാണ് കാശി ഒരു ബനിയൻ ക്ലോത്ത് ഷോർട്ട് സിംഗിൾ പീസ് ഡ്രസ്സ് കാണുന്നത്. കൂടെ ഡെനിം ജാക്കറ്റും. ഏകദേശം മുട്ടിന് താഴെ നിൽക്കുന്ന ഡ്രസ്സാണ്. അവനത് എടുത്തു. ഇത് ആർക്ക് വേണ്ടിയാ? ആമി സംശയത്തോടെ ചോദിച്ചു. നിനക്ക് വേണ്ടി. നിനക്കിത് പെർഫെക്റ്റ്. അയ്യേ, എനിക്ക് വേണ്ട, ഇത് ചെറുതാ, ഞാനിതൊന്നും ഇടില്ല. അതെ, നമ്മൾ മാത്രമുള്ളപ്പോൾ ഞാൻ മാത്രം കാണാനിട്ടാ മതി. അവന് ചിരിയോടെ പറഞ്ഞപ്പോൾ ആമി അവൻ്റെ കൈക്ക് ഒരു അടി കൊടുത്തു. വേറെ ഓരോ നോക്കിയപ്പോഴാണ് ഡിസ്പ്ലേക്ക് ഇട്ടേക്കുന്ന ഒരു ബ്ലാക്ക് ആൻഡ് പിങ്ക് കോമ്പിനേഷൻ ഗൗണ് കാശി കണ്ടത്. ആമിക്ക് നല്ല ചേർച്ചയായിരിക്കും. കാശി അത് എടുപ്പിച്ചു. ആമിക്ക് അത് ഇഷ്ടമായി. ആമി അത് ഇട്ട് നോക്കാൻ ട്രയൽ റൂമിൽ കയറി. ബാക്കിൽ സിബുള്ള മോഡൽ ഡ്രസ്സായിരുന്നു അത്. ഇടുപ്പ് മുതൽ മുകളിലോട്ട് സിബാണ്. അവൾ വാതിൽ തുറന്നു. സെയിൽസ് ഗേൾ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. അപ്പോഴാണ് വാതിന് മുമ്പിൽ അവൾ കാശിയെ കണ്ടത്. എന്താ നീ ആരെയും നോക്കുന്നേ? ഏയ് ഒന്നുമില്ല. ആമി ആകെ നിന്ന് പരിങ്ങി. കൈ രണ്ടും പുറകിൽ വെച്ച് ഡ്രസ്സ് കൂട്ടിപ്പിടിച്ചാണ് അവൾ നിൽക്കുന്നത്. കാശി അകത്തേക്ക് വന്നപ്പോൾ ആമി പുറകിലേക്ക് പോയി. അവസാനം അവൾ ചുമലിൽ തട്ടി നിൽക്കാറായി. കാശി കൈ അവളുടെ ദേഹത്തോടാതെ പുറകിലേക്ക് കൊണ്ടുവന്ന് അവൻ അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി സിബിട്ട് കൊടുത്തു. അവൻ കുറച്ച് പിറകിലേക്ക് നിന്നു. ആ ഡ്രസ്സ് അവൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. മുടിയൊക്കെ മുകളിലേക്ക് വാരികെട്ടിയാണ് നിൽക്കുന്നത്. അവൻ കണ്ണെടുക്കാൻ നോക്കുന്നുണ്ട്. ആമി അവനെ പതിയെ തൊട്ടു വിളിച്ചു. കൊള്ളില്ലേ കാശി? അവളത് ചോദിച്ചപ്പോൾ അവൻ അവളെ ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ചു. ആമി അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ചെക്കൻ്റെ നോട്ടം മുഴുവൻ തൻ്റെ അധരങ്ങളിലേക്കാണെന്ന് അവൾക്ക് മനസ്സിലായി. കാശി, ഇത് ട്രയൽ റൂമാ. ആമിയുടെ പറച്ചിൽ കേട്ട് അവനവളുടെ മുഖത്തേക്ക് നോക്കി. എന്തുവാ? ഇത് ട്രയൽ റൂമാണെന്ന്. കാശി അവളുടെ പിടിവിട്ടു. പെണ്ണെല്ലാം നശിപ്പിച്ചു. ഒന്ന് റൊമാൻറ്റിക്കായിട്ട് വരുമായിരുന്നു. ആ, അവള് പറഞ്ഞ കാര്യം അല്ലേ. ചിലപ്പോൾ ഈ ട്രയൽ റൂം ഒരു മണിയറ ആക്കിയാനേ. നീ ഡ്രസ് ചേഞ്ച് ചെയ്തോ, പാക്ക് ചെയ്യാൻ കൊടുക്കാം. അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് പോയി. ആമി ശ്വാസം വലിച്ചു വിട്ട് നെഞ്ചിൽ കൈവച്ചു. ഡോർ അടക്കുമ്പോഴും അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി തങ്ങി നിന്നു. ഡ്രസ്സ് എടുത്തിട്ട് നേരെ പോയത് ഐഷുവിൻ്റെ വീട്ടിലേക്കാണ്. ആമിക്കൊരു സർപ്രൈസ് ആയിരുന്നു അത്. ഐഷുവിന് നമുക്ക് ഒരുപാട് സന്തോഷമായി. കാശി അവൾ അവിടെയാക്കി ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. ആമി ഐഷുവിനോട് അമ്മയോടൊപ്പം അവിടെ നിന്നു. ഉച്ചയോടടുത്ത് കാശി തിരികെ വന്നു. ഊണ് അവിടെ നിന്നായിരുന്നു. താങ്ക്സ് ചേട്ടാ. ഇറങ്ങാൻ നിന്ന കാശിയോട് ഐഷു പറഞ്ഞു. താങ്ക്സോ? എന്തിന്? അവിടെ മുഖത്ത് ഈ സന്തോഷം. അതിന് കാരണം ഏട്ടനല്ലേ. എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ഇങ്ങനെ തന്നെ നോക്കില്ലേ? എൻ്റെ ഭാര്യയോ കാമുകയോ എന്നതിനപ്പുറം എൻ്റെ സ്വന്തം മോളെ പോലെയാണ് ഞാൻ അവളെ കാണുന്നത്. അവളുടെ സന്തോഷത്തിന് വേണ്ടി ഏതറ്റം വരെ വേണേലും ഞാൻ പോവും. കാശിനാഥൻ ജീവനോടെ ഉള്ളപ്പോൾ അവളുടെ ദേഹത്ത് ഒരു തരി മണ്ണ് പോലും വീഴില്ല. ഐശുവിന് ഒരുപാട് സന്തോഷമായി. അവൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആമി വന്നു. എന്നാൽ ശരി വാമി പോവാം. ആമിയും കാശി അവിടെ നേരെ മൂവി കാണാനാണ് പോയത്. ഏതോ ഹിന്ദി സിനിമയായിരുന്നു. ആമിക്കെന്തോ അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇൻ്റർവെൽ വരെ പിടിച്ചിരുന്നു. കാശിയാണെങ്കിൽ വല്ലാത്ത ത്രില്ലിലാണ് പടം കാണുന്നത്.
ആമി അവൻ വാങ്ങിക്കൊടുത്ത പോപ്കോണും ലേസും കഴിച്ച് സ്ലൈസും കുടിച്ചിരുന്നു. അവൻ തീർന്നപ്പോൾ ആമി കാശിയുടെ തോളിൽ ചാരിയിരുന്ന് ഉറങ്ങി. കാശി ഒരു ചിരിയോടെ അവളെ തോളിലേക്ക് നന്നായി കിടത്തി. തിരികെ ബീച്ചിലേക്ക് പോകുന്ന വഴി കാശി ആമിയെ കളിയാക്കി. ഇത്ര നല്ല സിനിമയായിട്ട് കിടന്നുറങ്ങിയെന്നും പറഞ്ഞു. ആമി ഒന്നും മിണ്ടാതെ മുഖവും വീർപ്പിച്ചിരുന്നു. രണ്ടും ബീച്ചിലെത്തിയപ്പോൾ ഏകദേശം സന്ധ്യാവാറായി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ആമിക്ക് തിരയിലിറങ്ങാൻ പേടിയായിരുന്നു. എങ്കിലും കാശിയുള്ള ധൈര്യത്തിൽ അവൾ തിരയിലേക്ക് ഇറങ്ങി. ആദ്യമൊന്ന് പേടിച്ചെങ്കിലും തന്നെ ചേർത്ത് പിടിച്ചേക്കുന്ന കാശിയുടെ കൈകൾ അവൾക്ക് ധൈര്യം നൽകി. കുറെ ആയപ്പോൾ പിന്നെ അവൾക്കതൊരു രസമായി. കാശിക്ക് ഒരു ഫോൺ വന്ന് അപ്പുറത്തേക്ക് മാറി. തിരികെ വന്നപ്പോൾ ആമി നല്ല സന്തോഷത്തിൽ കളിക്കുകയാണ്. അവൻ ഫോണിൽ അവളറിയാതെ തന്നെ കുറച്ച് ഫോട്ടോ എടുത്തു. കാശിക്ക് ആ സന്തോഷം കണ്ട് മനസ്സ് നിറഞ്ഞു. കാശി അടുത്തേക്ക് വന്നപ്പോൾ ആമി അവനിലേക്ക് വന്ന് ചേർന്ന് നിന്നു. വാ, അങ്ങോട്ട് നിൽക്കാം. ആമിയുമായി അവൻ അധികം തിരക്കില്ലാത്ത സ്ഥലത്ത് പോയി. ആമി ഡ്രസ്സിലായ മണ്ണെല്ലാം തുടച്ചു കളഞ്ഞ് ഉടുപ്പുണക്കുകയാണ്. കാശി, എനിക്ക് അത് വേണം. പഞ്ഞിമുട്ടായി കണ്ടാണ് അവൾ പറഞ്ഞത്. ആ, എവിടെ തന്നെ നിൽക്ക്, ഞാൻ വാങ്ങിയിട്ട് വരാം. കാശി പോയപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയായതുകൊണ്ട് ആമിയും കൂടെ ചെന്നു. അവൾ ചെന്നപ്പോൾ കാശി ആ പഞ്ഞിമുട്ടായി വിൽക്കുന്ന പയ്യന് പൈസ കൊടുക്കുവാണ്. ഏകദേശം ഒരു 17 വയസ്സാണ് അവന്. എത്രയായി? 40 രൂപ ഏട്ടാ. കാശി ഒരു 500 നോട്ട് അവന് കൊടുത്തു. അയ്യോ ചേട്ടാ, ചില്ലറില്ല. ഓ, എൻ്റെ കയ്യിലില്ലല്ലോ. ഒരു കാര്യം ചെയ്യും, അടുത്താണ് വരുമ്പോൾ ബാലൻസ് തന്നാൽ മതി. കാശി ഒരു ചിരിയോടെ പറഞ്ഞു കേട്ട് ആ പയ്യൻ കണ്ണ് ഹൃദയം നിറഞ്ഞൊരു പുഞ്ചിരി കൊടുത്തു. കാശി തിരിഞ്ഞപ്പോഴാണ് ആമിയെ കണ്ടത്. നീ ഇങ്ങ് പോന്നോ? അവിടെ നിന്നാൽ മതിയായിരുന്നല്ലോ. ആമി അവനെ ചിരി സമ്മാനിച്ചു. അവളുടെ ഹൃദയം എന്തോ വല്ലാതെ മിടിക്കുകയാണ്. കാശി എങ്ങനെ സ്നേഹിക്കണം? എത്ര സ്നേഹിച്ചാലും മതിവരാതെയായി. കാശി 2 പഞ്ഞിമിഠായി അവൾ കൊടുത്തു. കാശിക്ക് വേണ്ടേ? വേണ്ട, നിനക്കായി വാങ്ങിയതാ. കാശി കാറ്റാടി മരങ്ങൾ നിൽക്കുന്ന സ്ഥലം ചൂണ്ടിക്കാട്ടി അങ്ങോട്ടേക്ക് പോവാന്ന് പറഞ്ഞു നടന്നു. ആമി അവൻ്റെ പിന്നാലെ നടന്നു. കാശിയുടെ കാൽപാദങ്ങൾ പതിഞ്ഞെടുത്ത് കാല് വെച്ചാണ് അവൾ നടക്കുന്നത്. കാശി ഇടയ്ക്ക് വെച്ച് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവനത് കാണുന്നത്. കാശി ഒരു ചിരിയോടെ കാലുകൾ കുറച്ചുകൂടെ അകത്തി വെച്ച് നടന്നു. ആമിക്ക് കാശിയേക്കാൾ ഒരുപാട് നീളക്കുറവായതുകൊണ്ട് അവൾക്ക് ആ പാദങ്ങളുടെ പാട് പിന്തുടരാൻ കഴിഞ്ഞില്ല. കാശി ഒരു ചിരിയോടെ തിരിഞ്ഞു നോക്കിയപ്പോൾ ആമി മുഖം വീർപ്പിച്ച് നിൽക്കുവാണ്. കാശി അത് കണ്ട് പൊട്ടിച്ചിരിച്ചു. ആമി അവനെ മറികടന്നു പോയി. കാശി പിറകെയും. ആമി കാറ്റാടി മരങ്ങൾക്കിടയിൽ ചെന്ന് നിന്ന് മിഠായി കഴിക്കാൻ തുടങ്ങി. കാശി അവൾ നിൽക്കുന്നത് നോക്കി നിന്നു. എന്നിട്ട് അവൾക്കൊരു മൈൻഡും ഇല്ല. അതേ, ഒരെണ്ണെങ്കിൽ താ. കാശി ഒരു ചിരിയോടെ ചോദിച്ചു. എനിക്ക് വാങ്ങിയതാണെന്നല്ലേ പറഞ്ഞ്, ഞാൻ കഴിച്ചോളാം. കാശി അടുത്തുനിന്ന് ബലമായി അവളുടെ കൈ പിടിച്ചിട്ട് അവൾ കഴിച്ചതിൻ്റെ ബാക്കി കടിച്ചെടുത്തു. ആമിക്കത് കണ്ട് ചിരി വന്നു. കാശി അവളോട് പണ്ടിയുടെ ഫ്രണ്ട്സുമായിട്ട് വന്ന കഥ പറയുകയാണ്. ആമി അവൻ്റെ മുഖത്തേക്ക് തന്നെ കണ്ണിമോട്ടാൻ നോക്കി നിന്നു. പെട്ടെന്ന് അവൾ കാശിയെ കെട്ടിപ്പിടിച്ചു. എന്ത്, തണുക്കുന്നുണ്ടോ? കാശി ആർദ്രമായി ചോദിച്ചു. ആമി ഇല്ലേം തലയാട്ടി. ഐ ലവ് യു കാശി, ഐ ലവ് യു സോ മച്ച്. ആമി അവനെ ഒന്നുകൂടെ കെട്ടിപ്പിടിച്ചു. കാശി അവളെ ചേർത്ത് പിടിച്ചു. ആ സന്ധ്യാനേരത്ത് അവരെ തഴുകിപ്പോയ കാറ്റിനു പോലും പ്രണയത്തിൻ്റെ ഗന്ധമായിരുന്നു. രാത്രിയിൽ ഉറങ്ങിക്കിടന്ന കാശി ഫോൺ ബെല്ലടിക്കുന്ന കേട്ടാണ് ഉണർന്നത്. 11 മണിയായി. ആമിയുടെ നമ്പറിൽ നിന്നാണ് കോൾ. അവൻ വേഗം ഫോൺ എടുത്തു. എന്താ ആമി? കാശി, വേഗം റൂമിലേക്ക് വാ. കാശി ഫോൺ വെച്ചിട്ട് ടെൻഷനോടെ അവളുടെ റൂമിലേക്ക് പോയി. റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ കുട്ടൂസിനെയും കെട്ടിപ്പിടിച്ച് കട്ടിലൊരു ചിരിയോടെ ഇരിക്കുകയാണ് നമ്മുടെ കഥാനായിക. കാശിക്ക് അപ്പോഴാണ് ശ്വാസം നേരെ വീണത്. പാതിരാത്രി വിളിച്ച് പേടിപ്പിക്കുന്നോടി ഉണ്ടക്കണ്ണി. അവനത് ചോദിച്ചപ്പോൾ ആമി മുഖം വീർപ്പിച്ച് തിരിഞ്ഞിരുന്നു. കാശി വന്ന് അവളുടെ അടുത്തിരുന്നു. ആമി. കാശി പയ്യെ വിളിച്ചു. പോ, മിണ്ടണ്ട, ഉണ്ടക്കണ്ണിന്ന് വിളിച്ചില്ലേ? കാശി അവളുടെ കയ്യിൽ പതിയെ വിളിച്ചു. പോ, തൊടണ്ട. ആമി കെറുവോടെ പറഞ്ഞപ്പോൾ കാശി ചെന്ന് അവളുടെ മുമ്പിൽ നിന്നു. ആമി മുഖം കയറ്റി വെച്ച് അവനെ നോക്കിയിരിക്കുവാണ്. കാശി ആ ഉണ്ടക്കവളിൽ അമർത്തി ഒരു കടി കൊടുത്തു. ആമിയുടെ കണ്ണിൽ നിന്ന് പൊന്നീസ പറന്നു. നിന്നോട് ഞാൻ പറഞ്ഞില്ലടി ഈ കവളിങ്ങനെ വീർപ്പിക്കില്ലേന്ന്. സത്യാമി, ശരിക്കും കടിച്ചെടുക്കാൻ തോന്നി. കാശി അത് പറഞ്ഞപ്പോൾ ആമി അവൻ്റെ താടിയിലെ കുറ്റിരോമങ്ങൾ പിടിച്ചു വലിച്ചു. കാശി അവളുടെ കൈ പിടിച്ചു വെച്ച് ബെഡിലേക്ക് മറിഞ്ഞു. അവനവളുടെ തലയുടെ 2 സൈഡിലും കൈകുത്തി അവളുടെ കണ്ണിലേക്ക് നോക്കി. ആമി, രാവിലത്തെ കടം തീർക്കട്ടെ. അവൻ അവളിലേക്ക് ചാഞ്ഞു. ആധരങ്ങളിലെ തേൻ നുകർന്നു. ആമിയുടെ മിഴികൾ രണ്ടും കൂമ്പി അടഞ്ഞു. അവൻ്റെ തലമുടിയിൽ കോർത്തു പിടിച്ച അവളുടെ കൈവിരലുകളുടെ മുറുക്കം കൂടിയപ്പോഴാണ് അവൻ ചുണ്ടുകൾ വേർപ്പെടുത്തിയത്. കാശി കുറച്ചു നേരം അവളെ തന്നെ നോക്കിക്കിടന്നു. വിരലുകളാൽ അവളുടെ കഴുത്തിൽ പതിയെ തഴുകി. ഈ മറുക് കൊള്ളാലോ. കാശി ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞപ്പോൾ ആമി ആ കൈ പിടിച്ച് മാറ്റി. കൊള്ളണ്ട, ഈ മറുകിലെന്താ? അതൊക്കെയുണ്ട്. കാശി അവളെ നെഞ്ചോട് ചേർത്ത് കിടത്തി. നീ എന്തിനാമി എന്നെ വിളിച്ചത്? അതോ, എനിക്കിങ്ങനെ കിടക്കാൻ.
അവൾ അവനിലേക്ക് ഒന്നുകൂടെ ചേർന്ന് കിടന്നു. അതിന് കുട്ടൂസില്ലേ? നിനക്ക് കെട്ടിപ്പിടിച്ചെടുക്കാൻ വാങ്ങിയതാ. കുട്ടൂസ് വേണ്ട, കാശി മതി. അതെ, എന്നിങ്ങനെ വിളിക്കണ്ട. എന്നിങ്ങനെ കൺട്രോൾ ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ആമി അവനെ നെഞ്ചിനിട്ടൊരു കുത്തുകൊടുത്ത് അവനോടൊപ്പം ഉറക്കത്തിലേക്ക് വീണു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.